ഇനി നമ്മളൊരു ചുരിദാറിൻ്റെ പാറ്റേൺ കട്ടിങ്ങാണ്, ചുരിദാർ ടോപ്പ്. അപ്പോൾ ഇങ്ങനെ നീളത്തിലാണ് കേട്ടോ തുണി മടക്കിയെടുക്കുക. അപ്പോൾ തുണി കട്ട് ചെയ്യുന്ന പോലെ തന്നെയാണ് നമ്മൾ പാറ്റേൺ കട്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇതിൻ്റെ അടിഭാഗം ആദ്യം നമ്മൾ ലെവലിങ്ങിന് ഒരു മാർക്ക് ഇടണം. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നാണ് നമ്മൾ മുകളിലേക്ക് നമ്മൾ ആ അളവ് മാർക്ക് ചെയ്യുന്നത്. ഇതിപ്പോൾ 40.5 ഇഞ്ചായിരുന്നു നമ്മുടെ ആ ഒരു ടോപ്പിൻ്റെ മെഷർമെൻറ്റ്. ആ ഒരു മെഷർമെൻറ്റ് 40.5 ഇഞ്ചും ഒരു 1.5 ഇഞ്ച് സീം അലവൻസ് തുമ്പും കൂടി 42 ഇഞ്ച് വേണം. ആ 42 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് കഴുത്തിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്തു, കഴുത്തിൻ്റെ അകലട്ടോ. ഇപ്പോൾ കഴുത്തിൻ്റെ ഡെപ്ത്ത്, നെക്ക് ഡെപ്ത്ത്, കഴുത്തിൻ്റെ ഇറക്കമാണ് ഇപ്പോൾ മാർക്ക് ചെയ്തത്. അത് 5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്തു. ഷോൾഡർ 3 ഇഞ്ചാണ്. 3 ഇഞ്ചിന് ആ ഷോൾഡറിൻ്റെ ഭാഗവും കഴുത്തിൻ്റെ ഭാഗവും കൂടി നമുക്ക് സീം അലവൻസ് തുമ്പ് പോകുമ്പോൾ 3/4 ഇഞ്ച് കൂട്ടണം. അപ്പോൾ 3 ഉള്ളിടത്ത് 3.25 ഇഞ്ച് നമ്മൾ ഷോൾഡറിന് വേണ്ടിയിട്ട് മാർക്ക് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി വേണ്ടത് ആം ഹോളാണ്, റിഗാള്, കൈക്കുഴി എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഈ ആം ഹോൾ മാർക്ക് ചെയ്യുന്നതിന് നമ്മൾ എത്രയാണോ ആം ഹോൾ ഉള്ളത് അതിന് കണക്കാക്കിയിട്ട് അതിന് സമാനമായിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത്. ഇപ്പോൾ നമുക്കിവിടെ 9.5 ഇഞ്ചായിരുന്നു ആം ഹോൾ ഉള്ളത്. അപ്പോൾ ആ 9.5 ഇഞ്ചിന് ഇവിടെ ഞാൻ ആം ഹോൾ ഡെപ്ത്ത് മാർക്ക് ചെയ്തത് 6.5 ഇഞ്ചാണ്. എന്നിട്ട് ആ ഒരു ഷേപ്പായിട്ട് കർവായിട്ട് അത് ചെസ്റ്റിലേക്ക് പോകുമ്പോൾ നമുക്ക് ഏകദേശം 9.5 ഇഞ്ച് കിട്ടും. അത് നമ്മൾ അവസാനം ടാപ്പ് കൊണ്ട് നമ്മൾ അളന്ന് നോക്കണം. ഇപ്പോൾ ഈ ചെയ്യണത് ഷേപ്പിൻ്റെ മാർക്കിങ്ങാണ്. നമ്മളെ ഏറ്റവും കുറഞ്ഞ ഭാഗം ഉണ്ടല്ലോ, ഷേപ്പ്, വേസ്റ്റ് എന്നും പറയും. അപ്പോൾ ആ ഭാഗത്താണ് ഇപ്പോൾ ഈ മാർക്ക് ചെയ്യുന്നത്. ഇത് നമ്മുടെ ആളുകൾക്കനുസരിച്ചിട്ടാണ് വരിക. ഷേപ്പ് മാർക്ക് ചെയ്യുന്നത് ഏകദേശം ഒരു 13 ഇഞ്ച്, 14 ഇഞ്ച്, 15 ഒക്കെ പോവും. ആളുകളുടെ ഹൈറ്റിനും വെയ്റ്റിനും ഒക്കെ അനുസരിച്ചിട്ട്, മെഷർമെൻറ്റിനനുസരിച്ചിട്ട് അങ്ങനെ മാറ്റങ്ങൾ വരും. അപ്പോൾ നമ്മളെ ആ ഒരു ബസ്റ്റ് പോർഷൻ കഴിഞ്ഞിട്ടുള്ള ഭാഗം അങ്ങനെയാണ് അവിടെ വരേണ്ടത്. ഇത് ഹിപ്പിൻ്റെ ഭാഗം, അതായത് നമ്മൾ സൈഡ് ഓപ്പൺ തുടങ്ങുന്ന ഭാഗം അവിടെ നമ്മൾ മാർക്ക് ചെയ്തു. അതുപോലെ തന്നെ ഇത് ബോട്ടം ഫ്ലെയർ എന്ന് പറയും, ചുരിദാർ ടോപ്പിൻ്റെ ഏറ്റവും അടിഭാഗം, അത് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ കണ്ടോ ഈ ആം കർവ് സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് അതിൻ്റെ ഷേപ്പ് ഭാഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇതിങ്ങനെ മുട്ടിക്കുക. ഇപ്പോൾ നമ്മൾ ആ ചെസ്റ്റ് മാർക്ക് ചെയ്തതിൻ്റെ അടിയിൽ തൊട്ടടിയിലെ ലൈനാണ് ബസ്റ്റ് ലൈൻ എന്ന് പറയും, അതായത് ബ്രസ്റ്റ് ഭാഗം. ചെസ്റ്റ് ലൈൻ എന്ന് പറയുമ്പോൾ അത് ആ കഷത്തിൻ്റെ ഭാഗമാണ് വരിക, നമ്മളെ ആ കൈക്കുഴിയുടെ ഭാഗമാണ് വരിക. ചിലപ്പോൾ അതിനേക്കാളിലും കൂടുതൽ വരാൻ സാധ്യത ഉണ്ട് ബസ്റ്റ് ലൈനിൽ, ബസ്റ്റ് പാർട്ടിൽ. ഇപ്പോൾ നമ്മൾ ഷേപ്പിലേക്ക് മുട്ടിച്ചു, ഷേപ്പിൽ നിന്ന് അത് നമ്മൾ ഇത് കണ്ടോ ഹിപ്പിലേക്ക് മുട്ടിച്ചു. സൈഡ് ഓപ്പൺ തുടങ്ങുന്ന ഭാഗത്തിലേക്കാണ് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തത്. എന്നിട്ട് ഇനി നമുക്കിതിനൊക്കെ ഒരു സീം അലവൻസ് വേണമല്ലോ, അതായത് തുമ്പ് എന്ന് പറയും നമ്മൾ സാധാരണ ഭാഷയിൽ. 1.25 ഇഞ്ച് വീതം സീം അലവൻസ് നമ്മൾ അവിടെയൊക്കെ മാർക്ക് ചെയ്യണം കേട്ടോ. ഇനി താഴേക്ക് ഈ ബോട്ടത്തിൻ്റെ അവിടേക്ക്, ഫ്ലെയറിൻ്റെ അവിടേക്ക് നമ്മൾ ഇവിടുന്ന് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് അവിടേക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം. ഇതിൻ്റെ അളവുകൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളൊരു ക്രീം ടോപ്പ് മെഷർമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ ഒരു മെഷർമെൻറ്റിൽ തന്നെയാണ് നമ്മളിത് മാർക്ക് ചെയ്ത് പോണത്. ഇവിടെ ഞാൻ ഈ പേപ്പറിൽ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഞാൻ സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തിട്ടാണ്. അപ്പോൾ നിങ്ങളും ഈ നോട്ട് ബുക്കിൽ മാർക്ക് ചെയ്ത് വെക്കുമ്പോൾ എന്ത് ചെയ്യുക, ചെറിയ അളവിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെക്കുക. നമ്മൾ ആ ട്രയാങ്കിളൊക്കെ ഉണ്ടല്ലോ അതിനകത്തൊക്കെ 2-3 അളവൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൽ നോക്കിയിട്ട് ചെറിയ അളവുകളിൽ നമ്മൾ മാർക്ക് ചെയ്യുക. കഴുത്തിൻ്റെ വിഡ്ത്ത് 3 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്, കഴുത്തിൻ്റെ ഡെപ്ത്ത് 5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. പിന്നെ ചെസ്റ്റ് ലൈൻ, ഇതാണ് കേട്ടോ ചെസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. അത് ആ കൈക്കുഴിയുടെ കഷത്തിൻ്റെ ഭാഗമാണ് വരുന്നത്. ഇവിടെ നമ്മൾ 19.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ഇതാണ് ബസ്റ്റ് ലൈൻ. ഇവിടെയും നമുക്ക് കിട്ടിയത് 19.5 ആയിരുന്നു. ഇത് ഇനി ഷേപ്പിൽ, ആ ഷേപ്പിൽ നമുക്ക് കിട്ടിയത് 17.5 ആയിരുന്നു. ഇത്രയാണ് കേട്ടോ ഇതൊക്കെ മാർക്ക് ചെയ്ത് പോയിട്ടുള്ളത്. ഇവിടെ ഹിപ്പിൽ സീറ്റ് ഭാഗത്ത് സൈഡ് ഓപ്പൺ തുടങ്ങുന്ന ഭാഗത്ത് 20 ഇഞ്ചാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. ഇനി ഇവിടെ ഫ്ലെയറിൽ നമുക്ക് കിട്ടിയത് 22.25 ഇഞ്ചാണ്. അപ്പോൾ ഇത് കണ്ടോ, ഇത് മുകളിലത്തെ ചെസ്റ്റ് ലൈന്, അതിൻ്റെ തൊട്ട് താഴെ ബസ്റ്റ് ലൈന്, അടിയിലത്തേത് അതിന് തൊട്ട് താഴെ ഷേപ്പ്, അതിൻ്റെ താഴെ ഇതിനും താഴെ ഹിപ്പായിട്ടാണ് വരിക.
അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇത് മെഷർമെൻറ്റ് ശരിക്കും നമ്മൾ മാർക്ക് ചെയ്യണത്. അപ്പോൾ ഇത് ശരിക്കും ഒരു ചുരിദാറിൻ്റെ കട്ടിങ് ആട്ടോ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. എവിടെയും സംശയങ്ങൾ വരരുത്. എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. അതുപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്യുക. എന്നിട്ടത് 2 പ്രാവശ്യമൊക്കെ മെഷർമെൻറ്റ് നോക്കണം. ഇതിപ്പോൾ നമ്മൾ കൈക്കുഴിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ ഒരു 3/4 ഇഞ്ച് ഉള്ളോട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതുകൊണ്ട് ഇങ്ങനെ ഷേപ്പ് ചെയ്തു. ഇത് ആ ആം കർവ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിത് മാർക്ക് ചെയ്യാറുള്ളത്. പക്ഷേ ഇത് സെൻറ്റിമീറ്റർ അളവിൽ മെഷർമെൻറ്റ് ചെയ്തപ്പോൾ ആം കർവ് നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇതൊരു പാറ്റേൺ ആണല്ലോ, ചെറിയ അളവിലാണല്ലോ നമ്മൾ മാർക്ക് ചെയ്യണത്. അപ്പോൾ ഇഞ്ച് അളവിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആം കർവ് ഉപയോഗിച്ചിട്ട് ശരിക്കും മാർക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മളിവിടെ കഴുത്ത് മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ കണ്ടോ, ഏകദേശം ഒരു ഫ്രണ്ടിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ മാർക്ക് ചെയ്തെടുത്തു അല്ലേ. അപ്പോൾ എവിടെയെങ്കിലും മെഷർമെൻറ്റ് വ്യത്യാസമുണ്ടോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. 2 പ്രാവശ്യം നമ്മൾ മെഷർമെൻറ്റ് ടാപ്പ് വെച്ചിട്ട് അളന്ന് നോക്കണം. എന്നിട്ട് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ കട്ട് ചെയ്യാൻ പാടുള്ളൂ. കട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു അടിഭാഗത്ത് ആ ലൈന് കറക്റ്റ് ചെയ്ത തുണിയുടെ ലെവലിങ് അത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇതുപോലെ മുകൾ ഭാഗത്തുനിന്ന് തുടങ്ങാം. മുകൾ ഭാഗത്തുനിന്ന് കഴുത്തിൻ്റെ ഭാഗം കഴുത്തിൻ്റെ താഴേന്ന് തുടങ്ങണം ശരിക്കും. അല്ലെങ്കിൽ മുകളിൽ നിന്ന് കഴുത്ത് നമ്മൾ വെട്ടുമ്പോൾ കഴുത്ത് കൂടി പോകാനൊക്കെ സാധ്യതയുണ്ട്. എന്നിട്ട് ഷോൾഡർ വെട്ടും, അതുപോലെ റിഗാള് കട്ട് ചെയ്യും. അപ്പോൾ ഇത് എങ്ങനെയാണോ നിങ്ങളുടെ ഒരു ലോജിക്കിനനുസരിച്ചിട്ട് നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. എങ്ങനെയും കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഈ തുണി ഇങ്ങനെ തിരിച്ചും മറിച്ചൊന്നും എടുക്കാൻ പാടില്ല. ഇപ്പോൾ ഒരു ഫ്രണ്ട് പീസ് മുഴുവനായി. ഇനി അതിൻ്റെ ഭാഗങ്ങളൊക്കെ നമ്മൾ ഒരു പോയിൻ്റ് ഇട്ട് കൊടുക്കുക. നമുക്ക് തയ്ക്കാനുള്ള പോയിൻ്റ് ഇതുണ്ട്. ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് ചുരിദാർ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ മെഷർമെൻറ്റൊക്കെ പക്ക പെർഫെക്റ്റ് ആകാരം. നമ്മൾ ഈ ഷെയ്പ്പൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഇറങ്ങിപ്പോവേ, കയറിപ്പോവേ, മാറിപ്പോവേ, അളവുകൾ മാറിപ്പോവേ, ഇങ്ങനെ ഒന്നും വരില്ല കേട്ടോ. ഇനി നമ്മൾ പാറ്റേൺ കട്ടിങ്ങിൽ ചുരിദാർ ടോപ്പിൻ്റെ ബാക്ക് പീസാണ് മാർക്ക് ചെയ്യാൻ പോണത് കേട്ടോ. അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത ഫ്രണ്ട് പീസ് ഇതുപോലെ ബാക്ക് പീസ് മടക്കിയ ബാക്ക് പീസിൻ്റെ മുകളിലൂടെ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കഴുത്ത് മാർക്ക് ചെയ്യണം. ബാക്കിലെ കഴുത്ത് ഡിഫറെൻ്റ് ഉണ്ടാവുമല്ലോ, എന്തായാലും വ്യത്യാസത്തിലുണ്ടാവുമല്ലോ. ഫ്രണ്ടിൻ്റെ അത്ര കഴുത്ത് ഉണ്ടാവില്ല, ചിലർക്ക് ബാക്ക് കൂടുതലുണ്ടാവും. അപ്പോൾ ആ കഴുത്ത് മാർക്ക് ചെയ്തെടുക്കുക. എത്ര ഇഞ്ചാണോ എന്നുള്ളത്. ഇവിടെ നമുക്കൊരു 3.25 ഇഞ്ചൊക്കെ ആയിരുന്നു കഴുത്തിൻ്റെ ഡെപ്ത്ത്, കഴുത്തിൻ്റെ ഇറക്കം ഉണ്ടായിരുന്നു. അത് നമ്മൾ മാർക്ക് ചെയ്തെടുത്തു. എന്നിട്ട് ഇതേപോലെ കണ്ടോ, ഈ ആം ഹോള് അത് ശരിയാക്കി എടുക്കണം. ഫ്രണ്ടിലെ ആം ഹോള് നമ്മൾ കുഴിച്ച് വെട്ടിയ ഭാഗമാണ് അല്ലേ ഉള്ളിലേക്ക്. അപ്പോൾ ബാക്ക് പീസ് എങ്ങനെയാണോ വരുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ബാക്ക് പീസ് ആം ഹോള് മാർക്ക് ചെയ്യുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. നമ്മൾ ആൾക്കനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത് കേട്ടോ. ഒരേ അളവിൽ എല്ലാവർക്കും ചെയ്യാൻ പാടില്ല. അപ്പോൾ അത് നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മളിത് കണ്ടോ ആ സൈഡിലൂടെ അങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ അങ്ങനെ തിരിക്കാനൊന്നും കിട്ടില്ല. ഇത് പേപ്പറായിട്ട് ശരിക്കും നമ്മൾ ഇങ്ങോട്ട് ഒരു സ്ട്രെച്ചബിൾ അല്ലാത്തതുകൊണ്ടാണ് ഇതിങ്ങനെ തിരിച്ച് വെട്ടുന്നത്, കട്ട് ചെയ്യണത്. അപ്പോൾ തുണിയാണെന്നുണ്ടെങ്കിൽ അതങ്ങനെ ഒതുക്കി പിടിച്ചിട്ട് അതിൻ്റെ സൈഡിലേക്ക് തന്നെ നമ്മൾ വന്നിട്ട് അത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇപ്പോൾ നമ്മളെ ബാക്ക് പീസായി കഴിഞ്ഞു. എന്നിട്ട് നമ്മളതിൻ്റെ പോയിൻറ്റുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ കേട്ടോ ബാക്ക് പീസ് മാർക്ക് ചെയ്യാൻ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനി ആ ബാക്ക് പീസിന്മേക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലെ ആ മാർക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ടൂള് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളെ മെറ്റീരിയൽസിൽ ശരിക്കും പറയുന്നുണ്ട് ഇതിനെക്കുറിച്ചിട്ടല്ലേ. അപ്പോൾ ഈ മാർക്കിംഗ് വീൽ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്ത ഭാഗത്ത് ഒന്ന് സ്ട്രെച്ച് ചെയ്ത് ഒന്ന് അമർത്തി പിടിച്ചിട്ട് വരച്ചു കൊടുക്കുക. ചിലപ്പോൾ ആ കുത്തുകൾ ഇങ്ങനെ താഴേക്ക് വരും. ഇനി അതും അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പല ടൈപ്പിലുള്ള കാർബൺ പേപ്പർ കിട്ടും. പക്ഷേ തുണിയിൽ പിടിക്കണം നോക്കണം കേട്ടോ. തുണി കട്ട് ചെയ്യുമ്പോൾ തുണിയിൽ പിടിക്കണം നോക്കണേ. അപ്പോൾ ഇതൊക്കെ പതിയെ വേണം ചെയ്യാൻ. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ കണ്ടോ ആ മാർക്ക് ശരിക്കും അവിടെ വന്നു. അപ്പോൾ നമുക്ക് 2 ഭാഗം ഒരുപോലെ കിട്ടി. ഇനി നമ്മൾ കട്ട് ചെയ്യാൻ പോണത് ഇതിൻ്റെ സ്ലീവാണ്, കൈ. അപ്പോൾ കൈയിന് വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു കറക്റ്റ് പീസ് ഉണ്ടായിരുന്ന എടുത്ത് അതിൻ്റെ അടിഭാഗം ആദ്യം മാർക്ക് ചെയ്തു.
അടിഭാഗം 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടോ, അടിഭാഗം ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, മടക്കി അടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിൻ്റെ മുകൾ ഭാഗത്തെ ലെങ്ത്ത് നമ്മൾ മാർക്ക് ചെയ്തു. ആ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു 1/2 ഇഞ്ച് സ്ലീവ് അലവൻസ്, സ്ലീവ് നമ്മൾ തുമ്പ് മുകളിൽ കൊടുത്തിട്ടുണ്ട് ലെങ്ത്തിനേക്കാളും. അത് കഴിഞ്ഞ് ഒരു 3.5 ഇഞ്ച് നമ്മൾ ആം ഹോള് റിഗാൾ ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, കൈയിൻ്റെ റിഗാൾ ഭാഗം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കണ്ടോ അവിടെ അപ്പുറത്തൊരു ലൈനും കൂടി കൊടുത്തു. എന്നിട്ട് കണ്ടോ ഇതുപോലെ നമുക്ക് എത്രയാണോ ആ ആം ഹോളിൻ്റെ ആ ഒരു ഭാഗം നമ്മൾ വരുന്നത് അതിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്കിവിടെ ഒരു 9.5 ആയിരുന്നു. ആ 9.5 ഇങ്ങനെ ടാപ്പിൽ ഷേപ്പിൽ പിടിച്ച് നോക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ആ ആം റൗണ്ട് ഉണ്ട് കൈയിൻ്റെ മുകളിലത്തെ ലൂസ്, ആ കഷത്തിൻ്റെ അവിടുത്തെ ലൂസ് അതും കറക്റ്റാണോ നോക്കുക. എന്നിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഒരു ഇത്തിരിയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതി. അപ്പോൾ കൈയിൻ്റെ അടിഭാഗത്തെ ലൂസ് അതും നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞത് കണ്ടോ ആം കർവ് സ്കെയിൽ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ അത് വരച്ചത്. ആണോ ഇതൊക്കെ ഒന്ന് ഉറപ്പ് വരുത്തുക. റിഗാളിൻ്റെ ഭാഗം കറക്റ്റല്ലേ, ആ സ്ലീവിൻ്റെ റൗണ്ട് കറക്റ്റല്ലേ എന്നൊക്കെ ഒരു 2ാം പ്രാവശ്യം ഒന്നും കൂടി ചെയ്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ കണ്ടോ കറക്റ്റായിട്ട്. അപ്പോൾ ഇനി മാർക്കിങ്ങിൽ എന്തെങ്കിലും ഒരു ചെറിയ അപാകതകൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ശരിയാക്കിയെടുക്കുക. ഇപ്പോൾ നമ്മൾ ഈ ഒരു ചുരിദാർ ടോപ്പിൻ്റെ ഫ്രണ്ട് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തു, ബാക്കും മാർക്ക് ചെയ്ത് കട്ട് ചെയ്തു, സ്ലീവും മാർക്ക് ചെയ്ത് കട്ട് ചെയ്തു കേട്ടോ. ഇനി നിങ്ങൾ ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി നമുക്ക് ഈ കൈയിൻ്റെ ഫ്രണ്ട് ഭാഗം നമുക്ക് കുഴിച്ച് വെട്ടണം. അതിനായിട്ടുണ്ടോ ഈ മൊത്തം ഉള്ള ഭാഗത്തു നിന്ന് ഏകദേശം ഒരു സെൻറ്റർ ഭാഗമാണ് നമ്മൾ മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഉള്ളിലേക്ക് മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇത് കണ്ടോ ഒരു 2 ഇഞ്ച് മുതൽ അങ്ങനെ ആ ഉള്ളിലേക്ക് ആ മാർക്ക് ചെയ്ത ഭാഗം ഇങ്ങനെയാണ് കുഴിച്ച് വെട്ടുകയാണ് കേട്ടോ. അപ്പോൾ ഇതും ഇതുപോലെ നമ്മൾ ആളുകൾക്ക് അനുസരിച്ചിട്ടാണ് ചെയ്യുക. ഏകദേശം ഇതിൻ്റെ ഒരു കണക്ക് ഇങ്ങനെയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ കുഴിച്ച് വെട്ടരുത്. തടിയുള്ള ആളുകൾക്കും തടിയില്ലാത്ത ആളുകൾക്കൊക്കെ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിട്ട് വേണം. അപ്പോൾ കണ്ടോ നമ്മളിതിൻ്റെ കയ്യുമായി സ്ലീവും നമ്മൾ ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്രയാണ് ശരിക്ക് ഒരു ടോപ്പ് നമ്മൾ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കാനുള്ള കാര്യങ്ങൾ. ഇതുണ്ടോ ഈ സ്ലീവ് ഇങ്ങനെ നിർത്തി നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭാഗം ഫ്രണ്ട്, ആ ഫ്രണ്ട് ഭാഗം അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അവിടെ ഒരു പോയിൻ്റ് ഇട്ടത്. അവിടെ ഫ്രണ്ട്, ഇത് ബാക്ക്. അപ്പോൾ എന്തെങ്കിലും ഒരു മാർക്കിംഗ് ഒക്കെ നമ്മളവിടെ ചെയ്താൽ മതി, അല്ലെങ്കിൽ ചോക്ക് കൊണ്ട് ഒരു മാർക്കിംഗ് ഇട്ടാൽ മതി കേട്ടോ. ഇനി ഈ ഫ്രണ്ട് പീസ് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ കൈക്കുഴി റിഗാളൊക്കെ ശരിയാണോ, കൈയിൻ്റെ റിഗാൾ ഭാഗം ശരിയാണോ എന്നൊന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഇതുണ്ടോ ഇങ്ങനെ ശരിക്കൊന്ന് വെച്ച് നോക്കിയാൽ മതി കേട്ടോ.